ശിവചൈതന്യം നിറയുന്ന പഞ്ചഭൂത സ്ഥലങ്ങളുണ്ട് തെക്കൻ ഭാരതത്തിൽ. അതിൽ 4 തമിഴ്നാട്ടിലും 1 ആന്ധ്രാപ്രദേശിലുമാണ്. അരുണാചലേശ്വരൻ അഗ്നിയെയും ജംബുലിംഗേശ്വരൻ വരുണനെയും, തിലൈ നടരാജൻ കോവിൽ ആകാശത്തെയും, ഏകാംബരേശ്വരൻ ഭൂമിയെയും, ശ്രീ കാളഹസ്തി വായുവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. നമ്മളിപ്പോൾ ഉള്ളത് പഞ്ചഭൂത സ്ഥലത്തിലെ അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്ന അരുണാചലേശ്വര ക്ഷേത്രത്തിലാണ്. കഴിഞ്ഞ ഭാഗം നമ്മൾ നിർത്തിയത് ആകാശത്തെ പ്രതിനിധാനം ചെയ്യുന്ന തിലൈ നടരാജൻ കോവിലാണ്, അല്ലെങ്കിൽ ചിദംബരം ടെമ്പിളിലാണ്. ചിദംബരത്ത് നിന്ന് 8:30 നമ്മൾ ഏകദേശം പുറപ്പെട്ടത്. നമ്മളിവിടെ എത്തുമ്പോൾ ഏകദേശം 10:45-11 മണിയായി. അഗ്നിയെ പ്രതിനിധാനം ചെയ്തു എന്ന് പറഞ്ഞത് കറക്റ്റ് അന്വർത്ഥമാക്കിയിട്ട് എക്സ്ട്രീംലി ഹോട്ടായിട്ടുള്ളൊരു വെതറിലേക്കാണ് നമ്മൾ എത്തിയത്. വണ്ടി എടുത്ത് നമ്മൾ അമ്പലത്തിലേക്ക് പോയാൽ നമ്മൾ പെടുന്ന് നേരത്തെ അറിയുന്നതിനെ കൊണ്ട് നമ്മൾ കാറ് കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തത്. ചെരുപ്പൊക്കെ വണ്ടിയിൽ നമ്മൾ അഴിച്ചു വെച്ചിട്ട് അവിടെ ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അടുത്തേക്ക്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ കയറുന്ന വഴിക്കല്ല നമ്മൾ പുറത്തേക്ക് ഇറക്കാം. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചെരുപ്പ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. നിലം അങ്ങനെ ചുട്ടു പഴുത്തിരിക്കുകയാണ്, കാല് വെക്കാൻ പറ്റാത്തൊരവസ്ഥ. സ്പെഷ്യൽ ദർശൻ 50 രൂപ നമ്മൾ ഓപ്റ്റ് ചെയ്തു. ഈ 50 രൂപേൻ്റെ സ്പെഷ്യൽ ദർശനം എടുത്തിട്ടും ഏകദേശം 3-3.5 മണിക്കൂർ വേണ്ടി വന്നു നമുക്ക് ദർശനം കിട്ടാൻ വേണ്ടിയിട്ട്. ചൂടിന്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിന്റെ സൈഡിൽ നിന്ന് നടപ്പന്തലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ചൂടിന്റെ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ട് അതിന്റെ മേലെ കുറെ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആ ചൂടിനെ ബീറ്റ് ചെയ്യാൻ അതിനൊന്നും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ കഴിയുന്നത് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ പോകണം. ആൻഡ് ഓൾസോ എക്സ്പെക്ട് എ ഹ്യൂജ് ക്രൗഡ്. അധികവും തെലുങ്കന്മാരാണ് അതിൽ കൂടുതലുള്ളത്. അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവണ്ണാമലയിലെ അരുണാചലേശ്വര ക്ഷേത്രമാണിത്. ഭഗവാൻ സ്വയം അഗ്നിമലയായി മാറിയ സ്ഥലം. മൊത്തം 9 ഗോപുരങ്ങളുള്ള ഈ അമ്പലത്തിന്റെ രാജഗോപുരത്തിന് 217 അടി നീളമുണ്ട്. ഇന്ത്യൻ ക്ഷേത്ര ഗോപുരത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗോപുരം. കൈലാസം ശിവന്റെ വാസസ്ഥലമാണെങ്കിൽ തിരുവണ്ണാമല ശിവൻ തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ബേസിക്കലി യു കനോട്ട് സെപ്പറേറ്റ് തിരുവണ്ണാമല ആൻഡ് ശിവൻ. അത് രണ്ടും ഒന്ന് തന്നെയാണ്. ആ തിരുവണ്ണാമലേന്റെ അടിവാരത്തുള്ള അമ്പലമാണ് ഈ അരുണാചലേശ്വര ക്ഷേത്രം. നമ്മുടെ ബേസിക് ഐറ്റിനറി അരുണാചലേശ്വര ക്ഷേത്രമായിരുന്നു. പക്ഷെ എനിക്ക് രമണ മഹർഷിയുടെ ആശ്രമം കൂടി കണ്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. 3-3.5 മണിക്കൂർ ആ പൊരി വെയിലത്ത് നിന്നപ്പോൾ എല്ലാവരും ടയേർഡായിപ്പോയി. ഞാനും അരുണും മാത്രം രമണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഒന്ന് കയറി ഒരു 10-15 മിനിറ്റ് നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. അമ്മയും അഞ്ജുവും അച്ഛനും കാറിൽ തന്നെ ഇരുന്നു. ശരിക്കും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരണം. ഇവിടെ ഗിരിവലം എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്. അതായത് ഈ തിരുവണ്ണാമലയെ ചുറ്റുന്ന ഒരു ആക്ടിവിറ്റി. അത് 365 ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ബട്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വേ ടു ഡു ഇറ്റ്. തമിഴിലൊരു ചൊല്ലുണ്ട്, അതിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: കാഞ്ചിയിൽ പിറന്നാൽ മുക്തി, കാശിയിൽ മരിച്ചാൽ മുക്തി, തിരുവണ്ണാമലയെ ആലോചിച്ചാൽ തന്നെ മുക്തിയാണ്. നമുക്കെല്ലാവർക്കും ഭയങ്കര ബോറും ഭയങ്കര ടീഡിയസും ആയിരുന്നു ഈ ലോങ് ക്യൂ. പക്ഷെ അമ്മയ്ക്കത് വലിയ പ്രശ്നമായിരുന്നില്ല. കാരണം അമ്മേൻ്റെ ഫ്രണ്ട്സിനൊക്കെ ലൈവ് അപ്ഡേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദർശനം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് അടയാർ ആനന്ദ് ഭവനിലേക്കാണ്. ആസ് യൂഷ്വൽ വെജ് ഫ്രൈഡ് റൈസും വെജ് നൂഡിൽസിനും ശേഷം അരുണും അഞ്ജുവും ഫലൂഡ അത്താക്കി. ഇനി നേരെ കാഞ്ചീപുരത്തേക്ക്. ഓൺ ദ വേ തന്നെ നമ്മൾ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തു. എല്ലാ റെസിഡൻസി 4500 രൂപ, 2 AC റൂം, ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് വൺ. 5:45-6 മണിയാകുമ്പോഴേക്ക് നമ്മൾ കാഞ്ചീപുരത്തെത്തി. എൻ്റെ കൂടെ ചെന്നൈയിൽ പഠിച്ച ശ്രീധറിൻ്റെ കൊലീക്ക് ബാലാജി കാഞ്ചീപുരംകാരനാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ അമ്പലങ്ങളൊക്കെ പൂജ ചെയ്യുന്ന ആളാണ്. കാഞ്ചീപുരത്തെത്തി ഞങ്ങൾ ബാലാജിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ എല്ലാ റെസിഡൻസിയിൽ എത്തിയിട്ടുണ്ട്, നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബാലാജി പറഞ്ഞു നിങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ വരദരാജ പെരുമാൾ കോവിലുണ്ട്, ആ കോവിലിൽ ഞാൻ ഉണ്ടാവും, നേരെ നിങ്ങൾ ഇങ്ങോട്ട് പോന്നോളൂ, വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. നമ്മൾ അവിടെ എത്തിയത് നവരാത്രി ആരംഭമാണ്. അതുകൊണ്ട് അവിടെ വിശേഷ പൂജകൾ ഒരുപാടുണ്ടായിരുന്നു. ഇത് പെരുമാളും ലക്ഷ്മിയാണ്, അല്ലെങ്കിൽ വിഷ്ണുവും ലക്ഷ്മിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 2 മൂർത്തികളും ഇത് ശരിക്കും പറഞ്ഞാൽ ഉത്സവ മൂർത്തിയാണ് കേട്ടോ, മെയിൻ ഐഡിയലല്ല. 2 സ്ഥലങ്ങളിലാണ് ഉണ്ടാവുക. സാധാരണ ഇത് രണ്ടും ഒന്നിച്ചുണ്ടാവാറില്ല. പക്ഷെ നിങ്ങളിന്ന് വളരെ ലക്കിയാണ്. കാരണം വെച്ചാൽ ഇത് രണ്ടും ഒന്നിച്ചിട്ട് കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടായി. അത് പറഞ്ഞ ബാലാജി നമ്മളെ അമ്പലം ചുറ്റി കാണിക്കാൻ വേണ്ടി ഒരാളെ ഏർപ്പാടാക്കുകയും ചെയ്തു. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ടെമ്പിൾ. നമുക്ക് എത്ര സമയം വേണമെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിളുമാണ്. ആർക്കിടെക്ചറും ആ മെയിൻ പെരുമാളിൻ്റെ ആ ഐഡലിൻ്റെ ഒക്കെ സൈസ് ഹ്യൂജ് സൈസാണ്.
ഞങ്ങൾക്ക് കറക്റ്റ് ഗൈഡ് ചെയ്യാനുള്ള ആളുള്ളതിനെ കൊണ്ട് നമ്മൾ തീരെ ടൈം വേസ്റ്റ് ചെയ്തില്ല. എല്ലാ സ്ഥലങ്ങളിലും പോകാനും പറ്റി, എല്ലാ സ്ഥലങ്ങളും കാണാനും പറ്റി. ഞങ്ങൾ ഏതൊക്കെയോ ലാഡറിലൊക്കെ കയറിയിട്ട് ഒരു സ്വർണ്ണ പലീനെ തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കഥ എന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ 9 മണി വരെ നമ്മൾ ഏകദേശം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി. ടൂറ് സ്റ്റാർട്ട് ചെയ്ത മുതൽ മധുരൂടാത്ത ചായ കുടിക്കുന്ന അമ്മേന്റെ കൺട്രോൾ കൊടുത്ത് എനിക്ക് വേണം റോസ് മിൽക്ക്. അച്ഛൻ റൂമിൽ റെസ്റ്റ് എടുക്കുകയായിരുന്നുകൊണ്ട് അച്ഛന് മാത്രം കിട്ടിയില്ല. അയോധ്യ മധുരമായ കാശി കാഞ്ചീയവന്തിക പുരി ദ്വാരക ചൈവ സപ്തൈത മോക്ഷദായ. ഭാരതത്തില് 7 പുണ്യ നഗരങ്ങളാണുള്ളത്. അതിൽ ഒറ്റൊരു നഗരം മാത്രമേ സൗത്ത് ഇന്ത്യയിലുള്ളൂ. അതാണ് കാഞ്ചീപുരം അല്ലെങ്കിൽ കാഞ്ചി. നമ്മളിപ്പോൾ കാഞ്ചീപുരത്താണ്. ഇന്നലെ വൈകുന്നേരം വൈദ്യനാഥ പെരുമാൾ കോവിലിൽ പോയി. ഇന്ന് രാവിലെ 6:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ കാഞ്ചി കാമാക്ഷി ടെമ്പിളിലെത്തി. ഇവിടെ ദേവി ആദിപരാശക്തി ഇല്ലെങ്കിൽ കാമാക്ഷി അമ്മൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നവരാത്രി ആയതുകൊണ്ട് ഭയങ്കര തിരക്കുണ്ടാവും നമ്മൾ വിചാരിച്ചത്. പക്ഷെ വളരെ ക്വയറ്റായിരുന്നു അമ്പലം. നന്നായിട്ട് നമുക്ക് ദർശനം കിട്ടി. കാ എന്നാൽ സരസ്വതി, മാ എന്നാൽ മഹാലക്ഷ്മി, അക്ഷി എന്നാൽ കണ്ണുകൾ. സരസ്വതിയും മഹാലക്ഷ്മിയും 2 കണ്ണുകളായിട്ടുള്ളവർ, അതാണ് കാമാക്ഷി. കാമാക്ഷിക്ക് വേറൊരു അർത്ഥം കൂടിയുണ്ട്. സ്നേഹവും കരുണയും കണ്ണുള്ളവൾ. 4 യുഗങ്ങളിലും ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൃതയുഗത്തിൽ ദുർവാസാവാണ് ദേവിയെക്കുറിച്ച് പാടിയതെങ്കിൽ ത്രേതായുഗത്തിൽ പരശുരാമനാണ് ദേവിയെക്കുറിച്ച് പാടിയത്. ദ്വാപരയുഗത്തിൽ ദൗമ്യ മഹർഷിയും കലിയുഗത്തിൽ ശങ്കരാചാര്യരും മൂകാചാര്യരും ദേവിയെക്കുറിച്ച് സ്തുതിച്ചു പാടി. 8-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യ സന്നിധിയിൽ സൗന്ദര്യ ലഹരി രചിച്ചു എന്നും പറയപ്പെടുന്നു. അരുണിന്റെ പിന്നാലെ പ്രദർശനം വെക്കുകയാണ് ഞാൻ. പെട്ടെന്ന് അവൻ ഇൻഡിക്കേറ്റർ ഇടാതെ ലെഫ്റ്റിലേക്ക് ഒരു ടേൺ ചെയ്തു. എന്താ കാര്യം തന്നെ കേരളത്തിൽ അത്ര പ്രചാരമില്ലാത്ത ഒരു ആചാരമാണിത്. പക്ഷെ നമ്മൾ തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയാൽ എല്ലാ അമ്പലത്തിലും ഈ ആചാരമുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ അമ്പലമാണിത്. നല്ലൊരു പോസിറ്റീവ് വൈബും നമുക്ക് ആ അമ്പലത്തിൽ കിട്ടും. നമ്മൾ ഏർലി മോർണിംഗ് കൂടെ എത്തിയതിനെ കൊണ്ട് ഒരു 6:45 ആകുമ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെ കൂടിയിട്ടൊക്കെ നടക്കാനും പ്രദർശനം ചെയ്യാനൊക്കെ നല്ല രസമായിരുന്നു. കുറേയും കൂടി സമയം അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ദ ക്ലോക്ക് ഈസ് ടിക്കിങ്. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോയേ പറ്റൂ. നമ്മളെ ഈ ട്രിപ്പിലെ അവസാനത്തെ അമ്പലമാണിത്, ഏകാംബരേശ്വര ക്ഷേത്രം. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പഞ്ചഭൂത സ്ഥലങ്ങളുണ്ടല്ലോ, അതില് ഭൂമിയെ പ്രതിദാനം ചെയ്യുന്ന ക്ഷേത്രമാണിത്. നമ്മളവിടെ പോകുമ്പോൾ റിനോവേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അമ്പലം. ഏകം എന്ന് വെച്ചാൽ 1, ആമരം എന്ന് വെച്ചാൽ മാവ്. അങ്ങനെയാണ് ഏകാംബരം എന്ന് ഈ അമ്പലത്തിന് പേര് വരാൻ കാരണം. 3500 വർഷം പഴക്കമുള്ള ഈ മാവിന്റെ ചോട്ടിലാണ് കാമാക്ഷി ദേവി ശിവനെ തപസ് ചെയ്തത് പറയപ്പെടുന്നു. ഈ മാവിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര വൈബാണ്. മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിന്റെ അടിയിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ആ അറ്റ്മോസ്ഫിയർ അത്രയ്ക്കും സെറ്റായിട്ടാണല്ലോ. AD 600 പല്ലവ രാജാക്കന്മാരാണ് ഈ അമ്പലം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് വന്ന രാജാക്കന്മാര് ഇത് പുനരുദ്ധീകരിക്കുകയും നവീകരിക്കുകയും ചെയ്തു. ലോകത്തിലെ 10 വലിയ ക്ഷേത്രങ്ങളിൽ ഒന്ന് ഏകാംബരേശ്വര ക്ഷേത്രമാണ്. 23 ഏക്കറിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ മറ്റ് ശിവക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നത് പോലെ പാർവതി ദേവിക്ക് പ്രത്യേക ശ്രീകോവിൽ ഇവിടെ ഇല്ല. നമ്മൾ നേരത്തെ കണ്ട കാമാക്ഷി അമ്മൻ ദേവി ഏകാംബരേശ്വരന്റെ പത്നിയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകം ശ്രീകോവിൽ ഇല്ലാത്തത്. ഇവിടുത്തെ ശിവലിംഗം പൃഥ്വിലിംഗം എന്നാണ് അറിയപ്പെടുന്നത്. മണ്ണ് കൊണ്ടാണ് ഈ ശിവലിംഗം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ധാര, നിവേദ്യം ഇങ്ങനത്തെ പൂജ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ്. പാർവതി ദേവി മാവിന്റെ അടിയിൽ തപസ് ചെയ്തപ്പോ മണ്ണുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗമാണ് ഇതെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. 2 ക്ഷേത്ര കുളങ്ങളാണ് ഇവിടെ ഉള്ളത്. 1 കമ്പനദിയും 2 ശിവഗംഗയും. വാസ്തുകലയിലെ എല്ലാ മനോഹാരിതയും ഈ ക്ഷേത്രത്തെ നമുക്ക് കാണാൻ കഴിയും. ഒരു മുഴുവൻ ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ ക്ഷേത്രം നമുക്ക് ശരിക്കും കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതിൽ കാണേണ്ടത് വാഹന മണ്ഡപം, ശബരീശ മണ്ഡപം അല്ലെങ്കിൽ നവരാത്രി ഹാൾ, 1008 ശിവലിംഗങ്ങൾ ചേർന്നിട്ടുണ്ടായ ഒരു ശിവലിംഗം, പിന്നെ ഡിഫറെന്റ് സൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്ന പില്ലേഴ്സും ഉണ്ട് ഇവിടെ. കൂടാതെ ഭംഗിയുള്ളൊരു നന്ദിയും. ഈ റിനോവേഷൻ വർക്ക് കാരണമാണോ എന്നറിയില്ല, ആൾക്കാരൊക്കെ അധികവും നന്ദീൻ്റെ അടുത്തായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അപ്പത്തേക്ക് നമുക്ക് പോവാൻ സമയമായി. കഴിഞ്ഞ രാത്രി തന്നെ ആ വേദനിപ്പിക്കുന്ന വിവരം നമുക്ക് കിട്ടിയിരുന്നു. ഇവിടെ അടയാർ ആനന്ദ് ഭവനില്ല. പ്രഭു ഞങ്ങൾക്ക് 2 ഹോട്ടൽ സജസ്റ്റ് ചെയ്തു തന്നു. ഒന്ന് രമണാസ് ഹോട്ടൽ, പിന്നെ ഒന്ന് സായി സംഗീത്. ഞങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റിയത് രമണാസ് ഹോട്ടലായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഇൻഡീഡ് വെരി ഗുഡ്. ഇറ്റ് ഈസ് ഹൈലി റെക്കമെൻഡഡ്. അവിടെ നമ്മൾ നേരെ ഹോട്ടലിൽ പോയി അവിടെ നിന്ന് പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്തു. നേരെ പോയത് ഈ ഷോപ്പിലേക്കാണ്, പ്രകാശ് സിൽക്സ് ആൻഡ് സാരീസ്. കാഞ്ചീപുരത്ത് നമുക്ക് ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രീധരനോട് ചോദിച്ചിരുന്നു എന്താ ചെയ്യേണ്ടത്, കുറച്ച് ഷോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ശ്രീധർ
ശ്രീധറിൻ്റെ വേറെ കൊലീഗായ പ്രഭുവിനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഈ സ്ഥലത്ത് പോയാൽ മതി, പ്രഭുവിൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് കോൺടാക്ട് അവിടെ കിട്ടി. സാധാരണ ഇവിടെ ഫിക്സ്ഡ് പ്രൈസാണ്, പക്ഷേ ഈ കോൺടാക്ട് ഉള്ളതിനെ കൊണ്ട് നമുക്കൊരു 5% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടിയിട്ടു. ഈ ഷോപ്പിൽ ഞങ്ങൾ നേരെ കയറുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. അവിടെ സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ലക്ഷം മുതലാണ്, 1 ലക്ഷം മുതൽ 50 ലക്ഷം വരെ. ഞങ്ങൾ അതുകൊണ്ട് ഒരു സ്റ്റെപ്പ് മേലേക്ക് കയറി. അവിടെ 10,000 മുതൽ 1 ലക്ഷം വരെയുള്ള സാരീസാണ് ഉള്ളത്. നമ്മൾ പിന്നെ ഒരു സ്റ്റെപ്പും കൂടി മേലേക്ക് കയറി. അവിടെ 600 മുതൽ 10,000 വരെ ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്നാണ് ഷോപ്പ് ചെയ്തത്. അമ്മ അവരോട് ചോദിച്ചു അതിലും മേലെ ഒരു ഫ്ലോറും കൂടി ഉണ്ടോ, പക്ഷെ അവർ പറഞ്ഞു ഇല്ല. സാരിക്ക് പുറമെ അവിടെ ചുരിദാർ മെറ്റീരിയൽ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ ഷോപ്പ് ചെയ്തെല്ലാം കൂടിയിട്ട് 50,000-ൽ താഴെയായിട്ടുള്ളൂ. ഇതോടുകൂടി നമ്മൾ ഈ ടെമ്പിൾ ട്രിപ്പ് അവസാനിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ പോയത് ചെന്നൈയിലേക്കാണ്. അച്ഛനും ഞാനും അമ്മയും കൂടി ചെന്നൈയിൽ നിന്ന് ട്രെയിനിൽ തിരിച്ചു വന്നു. അഞ്ചും അരുണും കൂടി ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത്. കാഞ്ചീപുരത്ത് നിന്ന് നാട്ടിലേക്ക് ട്രെയിനിൽ വരാൻ വേണ്ടിയിട്ട് ചെന്നൈയിൽ പോകേണ്ട ആവശ്യമില്ല കേട്ടോ, നേരെ കാട്ട്പാടിയിലേക്ക് വന്നാൽ മതി. നമ്മൾ ചെന്നൈയിലേക്ക് പോകാൻ കാരണം അവിടെ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു ഹൗസ് വിസിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഞങ്ങളുടെ ഈ ഫുൾ ട്രിപ്പിനായിട്ടുള്ളത് ഡീസൽ, ഫുഡ്, സ്റ്റേ, സ്നാക്സ് എക്സെപ്റ്റ് ഈ കാഞ്ചീപുരത്തെ ഷോപ്പിംഗ് ഞങ്ങൾക്കായത് വെറും 50,000-ൽ താഴെയാണ്. സോ ഇഫ് യു വാണ്ട് ഗോ പാക്ക് യുവർ ബാഗ്സ്. അങ്ങനെ ഇറ്റ് ഈസ് ടൈം ടു വൈൻഡ് അപ്പ്. അങ്ങനെ ഞങ്ങളുടെ ട്രാവൽ റൂട്ട് ഞാൻ ഒന്നും കൂടി കാണിക്കുകയാണ്. നമ്മൾ കോഴിക്കോട് നേരെ പഴനി പോയി, പഴനിയിൽ നിന്ന് നേരെ മധുരയിലേക്ക് വന്നു. മധുരയിൽ നിന്ന് നമ്മൾ തഞ്ചാവൂരേക്ക് പോയി, തഞ്ചാവൂരിൽ നിന്ന് തിരുനെല്ലാർ ദർബലിംഗേശ്വര ക്ഷേത്രത്തിൽ പോയി, അവിടെ നിന്ന് നേരെ ചിദംബരത്തേക്ക്, ചിദംബരത്ത് നിന്ന് തിരുവണ്ണാമലയിൽ നിന്ന് കാഞ്ചീപുരത്ത് നിന്ന് ചെന്നൈ വഴി കോഴിക്കോട് തിരിച്ചിട്ട്